അനുമോളോട് എന്നാൽ നമുക്ക് വിവാഹം കഴിച്ചാലോ എന്ന് അനീഷ് പറഞ്ഞ വിഷയം കഴിഞ്ഞ ദിവസത്തെ എപ്പിസോഡിൽ ലാലേട്ടൻ ചർച്ച ചെയ്യുവാൻ വേണ്ടി എടുത്തപ്പോൾ തുടക്കത്തിൽ അതൊരു ഫണ്ണായിട്ടാണ് തോന്നിയത്. പക്ഷേ കാര്യങ്ങൾ മുൻപോട്ട് ചർച്ച ചെയ്ത് നീങ്ങുവാൻ തുടങ്ങിയപ്പോൾ ബിഗ് ബോസ് ഈ വിഷയത്തിൽ എന്തോ ഒരു അമിത പ്രാധാന്യം കാണിക്കുന്നത് പോലെ തോന്നി. ഒരു തരത്തിൽ പറഞ്ഞാൽ അനുമോളുടെ മേൽ വല്ലാതൊരു പ്രഷർ ചെലുത്തുകയും അനുമോളെ ചിലതൊക്കെ അടിച്ചേൽപ്പിക്കുവാൻ ശ്രമിക്കുകയും ചെയ്യുന്നത് പോലെ. മാത്രവുമല്ല, ആ വിഷയത്തിൽ വലിയ പ്രാധാന്യം നൽകിക്കൊണ്ട് അതിനെ വലിച്ചു നീട്ടി എത്ര സമയമാണ് ബിഗ് ബോസ് മുൻപോട്ട് കൊണ്ടുപോയത്. ഈ സമയത്തെല്ലാം അനുമോള് വല്ലാത്തൊരു പ്രഷറിലായിരുന്നു. എന്നാൽ ലാലേട്ടനും അവിടുത്തെ മത്സരാർത്ഥികൾ ഓരോരുത്തരും അനീഷ് ഉൾപ്പെടെ അത് എൻജോയ് ചെയ്യുകയാണ്. ആ സമയത്ത് അനീഷിന്റെ മുഖത്ത് എന്തൊരു സന്തോഷമായിരുന്നു, എന്തൊരു നിറഞ്ഞ ചിരിയായിരുന്നു. ഇതിനിടയിൽ ഒരു മഹത്തായ സ്വപ്നം പൂവണിഞ്ഞു എന്ന് വരുത്തി തീർത്തുകൊണ്ട് ബിഗ് ബോസ് 2 കേക്കും കൊണ്ടുവന്നു. എല്ലാവരും കൂടി കട്ട് ചെയ്ത് തിന്നുകയും ചെയ്തു. എന്തൊരു ബോറൻ പരിപാടിയാണ് ഇതൊക്കെ. ഈ കേക്ക് മുറിക്കലൊക്കെ നടക്കുന്ന സമയത്ത് നിങ്ങൾ അനീഷിന്റെ മുഖം ശ്രദ്ധിച്ചോ? അനുമോളുടെ മുഖം ശ്രദ്ധിച്ചോ? അനീഷ് ഭയങ്കര ഹാപ്പിയാണ്, എന്നാൽ അനുമോൾ ആകെ ഗ്ലൂമി ആയിട്ട് നിൽക്കുകയാണ്. അവരുടെ മനസ്സിന്റെ സങ്കടങ്ങളും വേദനകളും എല്ലാം ആ മുഖത്ത് നിഴലിച്ചു നിൽപ്പുണ്ട്. ഈ വിഷയത്തെ ലാലേട്ടൻ കൈകാര്യം ചെയ്തത്, അല്ലെങ്കിൽ ബിഗ് ബോസ് കൈകാര്യം ചെയ്തത് ഒട്ടും ശരിയായിട്ടില്ല എന്ന് തുറന്നു പറയാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. അതെ, ഒരു പെൺകുട്ടിയുടെ ജീവിതം വെച്ചുകൊണ്ടുള്ള കളിയാണ് ഈ കളിക്കുന്നത്. ഈ ഒരു വിഷയം ചർച്ച ചെയ്തുകൊണ്ടിരുന്ന സമയത്ത് ആദ്യോടന്തം അനീഷിന്റെ മുഖഭാവവും അദ്ദേഹത്തിന്റെ ബോഡി ലാംഗ്വേജും കണ്ടതിൽ കൂടി ഒരു കാര്യം ഞാൻ ഉറപ്പിച്ചു പറയുകയാണ്: 100% ഇത് അയാളുടെ ഗെയിം സ്ട്രാറ്റജി ആയിരുന്നു. അല്ലാതെ അയാളുടെ മനസ്സിൽ അനുമോളോട് ഒരു പ്രണയവുമില്ല, ഒരു തേങ്ങയുമില്ല. അല്ലെങ്കിൽ ഇത്രമാത്രം ഒരാൾക്ക് എങ്ങനെയാണ് ഈ ഒരു സാഹചര്യത്തിൽ സന്തോഷിക്കാൻ പറ്റുക? എല്ലാവരും പലതും പറഞ്ഞ് കളിയാക്കുമ്പോൾ അയാൾ അതിനൊപ്പം ചിരിച്ചാഘോഷിക്കുകയാണ്. ഇതൊക്കെ എന്ത് എന്നുള്ള മനോഭാവത്തിൽ. പക്ഷേ അനുമോളുടെ മുഖത്തേക്ക് നോക്കുമ്പോൾ ഒരു പ്രോഗ്രസീവ് ചിന്താഗതിക്കാരിയുടെ ബോഡി ലാംഗ്വേജ് അല്ല കാണാൻ കഴിഞ്ഞത്. തികച്ചും ഒരു നാട്ടിൻ പുറത്തുകാരി, ഒരു ഗ്രാമാന്തരീക്ഷത്തിൽ ജനിച്ചു വളർന്ന ഒരു പാവം പെൺകുട്ടിയുടെ ഭയപരവേശമായിരുന്നു ആ മുഖത്തുണ്ടായിരുന്നത്. എന്നാൽ അനീഷിനെ സംബന്ധിച്ചിടത്തോളം നഷ്ടപ്പെടാൻ ഒന്നും തന്നെ ഇല്ല എന്നുള്ളൊരു ഭാവം. നാടൻ ഭാഷയിൽ ഒരു ചൊല്ല് നമ്മൾ കേട്ടിട്ടുണ്ട്: ആണുങ്ങൾ ചെളി കാണുമ്പോൾ ആ ചെളിയിൽ ചവിട്ടുകയും പിന്നെ വെള്ളം കാണുമ്പോൾ വെള്ളത്തിൽ കഴുകിയിട്ട് പോവുകയും ചെയ്യുമെന്ന്. അതെ, ടേക്ക് ഇറ്റ് ഈസി എന്നുള്ള ഒരു മനോഭാവം. എന്നാൽ അനുമോൾക്ക് നേരെ തിരിച്ചായിരുന്നു. ക്രഷ് തോന്നിയത് അനീഷിനാണ്. കല്യാണം കഴിച്ചാലോ എന്ന് ചോദിച്ചത് അനീഷാണ്. ഒടുവിൽ താൻ ആഗ്രഹിച്ച മറുപടി ലഭിക്കാതെ വന്നപ്പോൾ പിണങ്ങി നടന്നതും അനീഷാണ്. എന്നാൽ കാര്യങ്ങൾ വിചാരണയ്ക്കെടുത്തപ്പോൾ ഇല വന്ന് മുള്ളിൽ വീണാലും മുള്ളു വന്ന് ഇലയിൽ വീണാലും ഇലയ്ക്കാണ് കേട് എന്ന് പറഞ്ഞതുപോലെ അനുമോള് തന്നെ കൃത്യമായി പെട്ടു. സത്യത്തിൽ ബിഗ് ബോസ്, എനിക്ക് മനസ്സിലാകുന്നില്ല നിങ്ങൾ എന്തിനു വേണ്ടിയാണ് ഈ ഒരു വിഷയത്തിൽ ഇത്രയധികം ഇൻട്രസ്റ്റ് കാണിച്ചത് എന്ന്. ഒരുപക്ഷെ നിങ്ങൾക്ക് കണ്ടന്റ് ആയിരിക്കും മുഖ്യം, അതുകൊണ്ടാണ് ഈ ഒരു സംഗതി ഇത്രയും വലിച്ചു നീട്ടിക്കൊണ്ടുപോയത്. എങ്കിലും ഒരു സാമാന്യ മര്യാദ എന്ന് പറയുന്നതുണ്ടല്ലോ, അതെങ്കിലും നിങ്ങൾക്ക് കാണിക്കാമായിരുന്നു. സീസൺ 4-ൽ ഡോക്ടർ റോബിൻ ദിൽഷയോട് തന്റെ പ്രണയം പറഞ്ഞപ്പോൾ ദിൽഷ കൊടുത്ത മറുപടി നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ? എനിക്ക് ആലോചിക്കുവാൻ ഒരു 2 വർഷം വേണമെന്നായിരുന്നു. അനുമോൾ പറഞ്ഞതുപോലെ തന്നെയായിരുന്നു ദിൽഷയും പറഞ്ഞത്. ഡോക്ടർ റോബിനെ എനിക്ക് ഇഷ്ടമാണ്, വളരെയധികം ഇഷ്ടമാണ്. പക്ഷെ കല്യാണം, ആ കാര്യത്തിൽ എനിക്ക് ആലോചിക്കണം, അതിന് 2 വർഷം വേണം. എന്നാൽ അന്നൊന്നും ബിഗ് ബോസിന് ഇതുപോലൊന്ന് ആഘോഷിക്കണമെന്ന് തോന്നിയില്ലല്ലോ, ചർച്ച ചെയ്യണമെന്ന് തോന്നിയില്ലല്ലോ, കേക്ക് മുറിക്കണം എന്ന് തോന്നിയില്ലല്ലോ. ഇവിടെ 2 വർഷം പോയിട്ട് 2 മാസമോ 2 ആഴ്ചയോ 2 മണിക്കൂറോ പോകട്ടെ, എനിക്ക് 2 മിനിറ്റ് വേണം എന്ന് പോലും പറഞ്ഞില്ല. ഉടൻ തന്നെ മറുപടി പറഞ്ഞു, എനിക്ക് പറ്റില്ല എന്ന്. അത് കൃത്യമായി നിങ്ങൾ കേട്ടു, അത് നിങ്ങൾ ലോകത്തെ കേൾപ്പിക്കുകയും ചെയ്തു. എന്നിട്ടും നിങ്ങൾ കേക്കും മേടിച്ചുകൊണ്ട് ആ വീട്ടിൽ അത് മുറിച്ച് ആഘോഷിക്കുവാൻ വേണ്ടി വന്നെങ്കിൽ നിങ്ങൾ എന്തായിരുന്നു സത്യത്തിൽ ഇതിന്റെ പിൻപിൽ ഉദ്ദേശിച്ചത്? ഒരു പെൺകുട്ടിയുടെ ജീവിതമാണ് ഇതെന്ന് ചിന്തിക്കാതെ എത്ര മനോഹരമായിട്ടാണ് നിങ്ങൾ അതിനെ ഡെക്കറേറ്റ് ചെയ്ത് സമൂഹത്തിന്റെ മുമ്പിൽ അവതരിപ്പിച്ചത്. ലാലേട്ടൻ വന്നിട്ട് അനീഷിനോട് ആദ്യം ഈ കാര്യം ചോദിക്കുകയാണ്. അനീഷ് തന്റെ മനസ്സിലുള്ള ഫീൽ ഇന്നതാണ് എന്ന് തുറന്നു പറയുന്നു. അടുത്ത സ്റ്റെപ്പിൽ ലാലേട്ടൻ എന്തായിരുന്നു ചെയ്യേണ്ടത്? സത്യത്തിൽ ആരോടായിരുന്നു അടുത്ത ചോദ്യം ചോദിക്കേണ്ടത്? അനുമോളോടല്ലേ? വിവാഹം കഴിക്കുവാൻ താല്പര്യമുണ്ടോ എന്ന് അനീഷ് ചോദിച്ചപ്പോൾ അത് പറ്റില്ല എന്ന് നിങ്ങൾ മുഖത്ത് നോക്കി പറഞ്ഞു. എന്നാൽ പിന്നീട് പല ആവർത്തി അനീഷിന്റെ പുറകിൽ എന്തോ സംസാരിക്കാനുണ്ട് എന്ന് പറഞ്ഞ് അനുമോൾ പോകുന്നത് കണ്ടു. അതെന്തിനായിരുന്നു? ഒരു പുനർവിചിന്തനം നിങ്ങൾ നടത്തിയിട്ട് ഏസ് പറയാൻ വേണ്ടിയാണോ പോയത് എന്ന് വേണമെങ്കിൽ ചോദിക്കാമായിരുന്നു. എന്നാൽ അങ്ങനെയൊന്നും ചെയ്യാതെ അനുമോളെ അവിടെ ഇരുത്തിയിട്ട് ആ വീട്ടിലുള്ള മുഴുവൻ ആൾക്കാരോടും കാര്യങ്ങൾ പറയുകയും അവരുടെ മുഴുവൻ കമന്റുകളും പരിഹാസങ്ങളും കേൾക്കുകയും കേൾപ്പിക്കുകയും ചെയ്തതിനു ശേഷം അവസാനം അനുമോളുടെ അഭിപ്രായം ആരായുവാൻ വേണ്ടി ലാലേട്ടൻ പോവുകയാണ്. അത്രയും സമയം ആ പെൺകുട്ടി അവിടെ ഇരുന്നു കൊണ്ട് ഉരുകുകയാണ്. അവരുടെ മുഖഭാവം എത്ര പേർ ശ്രദ്ധിച്ചു? അനുമോളോട് താല്പര്യമില്ലാത്ത ആൾക്കാർക്ക് ഇതൊക്കെ എൻജോയ് ചെയ്യാൻ പറ്റും. അവൾക്ക് അങ്ങനെ തന്നെ വേണമെന്ന് ഇവരൊക്കെ വേണമെങ്കിൽ പറയും. പക്ഷേ ഇങ്ങനൊരു അനുഭവം നിങ്ങളുടെ മകൾക്ക് വരണം, അപ്പോഴെന്തായിരിക്കും നിങ്ങളുടെ മനോഭാവം? അതൊന്ന് ചിന്തിച്ചു നോക്ക്. നിങ്ങൾ ഇതുപോലെ ആനന്ദിക്കുകയും സന്തോഷിക്കുകയും ചെയ്യുമോ?
ആ ചർച്ചയുടെ നടുവിൽ അത്രയും സമയം ഇരിക്കേണ്ടി വന്നതിന്റെ സങ്കടവും നിരാശയും എല്ലാം ആ പെൺകുട്ടിയുടെ മുഖത്ത് നിഴലിച്ചു നിൽക്കുകയാണ്. ഇതെല്ലാം കണ്ടതിനു ശേഷം ലാലേട്ടൻ വീണ്ടും പറയുകയാണ്, ഒരു പുനർവിചിന്തനത്തിന് വേണമെങ്കിൽ അനുമോൾ സമയമെടുത്തോളൂ എന്ന്. ലാലേട്ടനെ പോലെയുള്ള ഒരു മനുഷ്യനിൽ നിന്നും ഇത്രയും നമ്മൾ പ്രതീക്ഷിച്ചില്ല. ഇത് വളരെ ബോറായിപ്പോയി. തുടക്കത്തിലെ ലാലേട്ടൻ കുറച്ച് കാവ്യാത്മകമായിട്ടാണ് സംസാരിക്കുന്നത്. എൻ്റെ പ്രണയം നിനക്ക് നിഷേധിക്കുവാൻ കഴിയില്ല. കാവ്യഭാവനയുള്ളവർക്ക് ഇങ്ങനെ പലതും പറയാൻ പറ്റും. പക്ഷേ പുസ്തകത്തിലെ പശു പുല്ല് തിന്നത്തില്ല ലാലേട്ട. ഒരാൾ തൻ്റെ മുഖത്ത് നോക്കി പ്രണയം പറയുമ്പോൾ പ്രണയം നിഷേധിക്കാൻ പാടില്ല എന്ന് കവി വർണ്ണിച്ചിട്ടുണ്ട്. അതുകൊണ്ട് ഞാൻ താങ്കളുടെ പ്രണയം അങ്ങ് ഉൾക്കൊള്ളുകയാണ്. എന്നാൽ പിന്നെ ഏറ്റവും അടുത്തൊരു മുഹൂർത്തം നോക്കിയിട്ട് കല്യാണത്തിനുള്ള തീയതി അങ്ങ് കുറിച്ചോളൂ എന്ന് ഏത് പെൺകുട്ടിക്കാണ് പറയാൻ കഴിയുക? ഓ, വേറൊന്നുമല്ലല്ലോ പറഞ്ഞത്, പ്രണയമല്ലേ, അത് നിഷേധിക്കാൻ പാടില്ലാത്ത കാര്യമാണെന്ന് എഴുതി വെച്ചിട്ടുണ്ട്. അതുകൊണ്ട് നമുക്കങ്ങ് പ്രണയിച്ചേക്കാം. അങ്ങനെ നിങ്ങൾ ആരെങ്കിലും പറയുമോ? ഒരു സ്ത്രീക്ക് ഒരു പുരുഷനോട് പ്രണയം തോന്നണമെങ്കിൽ അവരുടെ മനസ്സിലുള്ള ചില സങ്കല്പങ്ങൾക്ക് അനുയോജ്യനായ ഒരു വ്യക്തിയായിരിക്കണം ആ വ്യക്തി. അങ്ങനെ അല്ലാത്തൊരു വ്യക്തി തന്നോട് പ്രണയം പറഞ്ഞാൽ തീർച്ചയായിട്ടും അവർ അതിനെ നിരസിക്കും, നിഷേധിക്കും. അവിടെ പ്രണയം നിഷേധിക്കാൻ കഴിയില്ല എന്നുള്ള കാവ്യഭാവനയ്ക്കൊന്നും യാതൊരു പ്രസക്തിയുമില്ല. ഇതൊന്നും ലാലേട്ടനെ നമ്മൾ പറഞ്ഞു പഠിപ്പിക്കേണ്ട കാര്യമല്ല. സത്യം പറഞ്ഞാൽ അനുമോൾ എന്ന വ്യക്തിയുടെ ഇമോഷൻസിന് യാതൊരു വിലയും കൊടുക്കാതെയാണ് ലാലേട്ടൻ ഈ കാര്യം ചർച്ച ചെയ്ത് മുൻപോട്ട് പോയത്. വാസ്തവത്തിൽ ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ 4 പേര് കൂടി നിൽക്കുന്നിടത്ത് ചർച്ച ചെയ്യപ്പെടുവാൻ പോലും ആത്മാഭിമാനമുള്ള ഒരു പെൺകുട്ടിയും ആഗ്രഹിക്കില്ല. അപ്പോഴാണ് ലോകം മുഴുവൻ കാണെ നിങ്ങൾ ഈ വിഷയം പരസ്യമായി ചർച്ച ചെയ്യുന്നത്. എന്നിട്ട് അനുമോൾക്ക് വീണ്ടും ഒന്നുകൂടി ചിന്തിക്കാം എന്നുള്ള ഒരാഹ്വാനവും. അനുമോൾ ആരെ വിവാഹം കഴിക്കണം, ആരെ വിവാഹം കഴിക്കേണ്ട എന്ന് തീരുമാനിക്കുന്നത് അനുമോൾ മാത്രമാണ്, അല്ലാതെ ലാലേട്ടനും ബിഗ് ബോസും അല്ല. പ്രോഗ്രസീവ് ചിന്താഗതിയെ പ്രോത്സാഹിപ്പിക്കുന്ന ഒരു പ്ലാറ്റ്ഫോം ആണല്ലോ ബിഗ് ബോസ് എന്നുള്ളത്. അങ്ങനെയുള്ള ഒരു സ്ഥലത്ത് വേലി തന്നെ വിളവ് തിന്നു എന്ന് പറഞ്ഞതുപോലെ നിങ്ങൾ എന്തിനാണ് ഇത്രയധികം പ്രഷർ ആ പെൺകുട്ടിയുടെ മേൽ ചെലുത്തി അവരുടെ മേൽ ഇത് അടിച്ചേൽപ്പിക്കുവാൻ ശ്രമിക്കുന്നത് എന്ന് ഞാൻ ചിന്തിച്ചുപോയി. അനുമോൾ എന്ന പെൺകുട്ടിക്ക് അവളുടേതായിട്ടുള്ള പല സ്വപ്നങ്ങളും ഉണ്ടാവും. 40 വയസ്സിന് മുകളിൽ പ്രായമുള്ളൊരു വ്യക്തി മാത്രവുമല്ല, അയാൾ ഡിവോഴ്സ് ആയ ഒരു മനുഷ്യനാണ്. നാടൻ ഭാഷയിൽ പറഞ്ഞാൽ ഒരു 2ാം കെട്ടുകാരൻ. ആ 2ാം കെട്ടുകാരനെ കെട്ടിക്കോളാനാണ് നിങ്ങൾ പറയുന്നത്. അതിനുവേണ്ടി പ്രോത്സാഹനം കൊടുക്കുകയാണ് അവിടെ ചുറ്റുമിരിക്കുന്ന ആൾക്കാർ. അക്ബറിനൊക്കെ എന്തൊരു തിടുക്കമാണ്. അനുമോൾ എന്തെങ്കിലും ഒന്ന് പറയുന്നത് കേൾക്കാൻ വേണ്ടി കാത്തു നിൽക്കുകയാണ്. എങ്ങനെയെങ്കിലും അനുമോളുടെ വായിൽ നിന്നും യെസ് എന്നൊരു മറുപടി വരുവാൻ വേണ്ടി അക്ബറൊക്കെ അങ്ങ് പ്രോത്സാഹനം കൊടുക്കുകയാണ്. പക്ഷേ ഓൾറെഡി അവരതിനുള്ള മറുപടി നേരത്തെ തന്നെ കൊടുത്തു കഴിഞ്ഞു. വീണ്ടും അവർ മറുപടി പറയുകയാണ്, എനിക്ക് അനീഷ് ചേട്ടനോട് സ്നേഹമാണ്, ഇഷ്ടമാണ്, മനസ്സ് നിറയെ ഇഷ്ടമുണ്ട്, പക്ഷേ അത് കല്യാണം കഴിക്കാനുള്ള ഇഷ്ടമല്ല. ഇത്രയും കേട്ടിട്ടും പിന്നെയും അവിടെ ചർച്ച ചെയ്യുകയാണ്. എന്തിനു വേണ്ടിയുള്ള ചർച്ചയാണ്? അവരെ കൊണ്ട് അടുത്ത വാക്ക് നിങ്ങൾ പറയിപ്പിക്കുവാനോ? ഒരു 2ാം കെട്ടുകാരനെ വിവാഹം കഴിക്കുവാൻ തക്കവണ്ണം ഞാൻ എന്താണ് അത്രയ്ക്ക് എടുക്കാച്ചരക്കാണോ എന്നുള്ളത് ആ പെൺകുട്ടിയെ കൊണ്ട് പറയിപ്പിക്കാൻ വേണ്ടിയാണോ ഈ ചർച്ചകൾ നടക്കുന്നത്? അങ്ങനെ പറഞ്ഞിട്ട് വേണം അടുത്ത ദിവസം സോഷ്യൽ മീഡിയയിൽ ഇട്ടുകൊണ്ട് വലിച്ചു കീറാൻ വേണ്ടി. പക്ഷേ അവരങ്ങനെ പറഞ്ഞില്ലെങ്കിൽ പോലും അവരുടെ മനസ്സിൽ കൂടി സ്വാഭാവികമായിട്ടും അത് കടന്നു പോകും. നിങ്ങളാണെങ്കിൽ ചിന്തിക്കുമല്ലോ, നിങ്ങളുടെ മക്കളാണെങ്കിൽ ചിന്തിക്കുമല്ലോ. നിങ്ങളുടെ സ്വന്തം കുടുംബത്തിലാണെങ്കിൽ, നിങ്ങളുടെ മകൾക്കാണെങ്കിൽ ഇതുപോലെ ഒരു 2ാം കെട്ടുകാരൻ വന്നാൽ ആ കുട്ടിയെ അയാളുടെ തലയിൽ കെട്ടിവെച്ചു കൊടുക്കുവാൻ ഇത്രയും ഉത്സാഹം നിങ്ങൾ കാണിക്കുമോ? അല്ല, ഈ വലിയ വാചകമടിച്ച് പ്രോത്സാഹിപ്പിക്കുന്ന ലാലേട്ടൻ തൻ്റെ സ്വന്തം മകൾക്ക് വേണ്ടി ഇങ്ങനെ ഒരു കാര്യം പ്രോത്സാഹിപ്പിക്കുമോ? ഇതൊക്കെ കാണുമ്പോൾ എനിക്ക് വളരെ വിചിത്രമായിട്ടാണ് തോന്നുന്നത്. ഇതിനെയൊക്കെ ഒരു കണ്ടന്റ് ആക്കി വിറ്റ് കാശ് മേടിക്കുക എന്ന് പറഞ്ഞാൽ അയ്യോ കഷ്ടം എന്ന് മാത്രമേ പറയാൻ കഴിയുകയുള്ളൂ. അനുമോൾ തനിക്ക് പറയാനുള്ളത് ക്ലിയർ ആയിട്ട് പറഞ്ഞു കഴിഞ്ഞു. അതായത് എനിക്ക് താല്പര്യമില്ല എന്ന് വ്യക്തമാക്കി കഴിഞ്ഞു. അനീഷ് ചേട്ടനെ എനിക്ക് ഇഷ്ടമാണ്, പക്ഷേ അതൊരു ഫ്രണ്ടിനെ പോലെ മാത്രമാണ്, അല്ലാതെ കല്യാണം കഴിക്കാനുള്ള സ്നേഹമല്ല. ഇത് ആ പെൺകുട്ടി പറയുമ്പോഴും അവരുടെ ഉള്ളിൽ സങ്കടമാണ്. കാരണം അനീഷ് പ്രതീക്ഷിച്ചതുപോലെയുള്ളൊരു മറുപടി അല്ല അനുമോൾ പറയുന്നതെന്ന് തനിക്ക് നന്നായിട്ട് അറിയാം. അതുകൊണ്ട് തൻ്റെ വാക്കുകൾ അനീഷിന് വിഷമമാകുമോ എന്നുള്ളൊരു സങ്കടത്തിൽ അവർ സംസാരിക്കുന്നത് പോലും വളരെ മിതമായ ഭാഷയിലാണ്. അനീഷ് ഈ വിഷയം അനുമോളോട് സംസാരിച്ചതിന് ശേഷം ഈ കാര്യം ആദിലയോടും നൂറയോടും അനുമോൾ സംസാരിക്കുമ്പോൾ അനു തന്നെ പറയുന്നുണ്ട്, ഞാൻ എന്തെങ്കിലും കൂടുതൽ പറഞ്ഞാൽ അനീഷ് ചേട്ടൻ്റെ ഗെയിമിനെ അത് ഏതെങ്കിലും രീതിയിൽ ബാധിക്കുമോ എന്നെനിക്ക് ഭയമുണ്ട്. അനീഷ് ചേട്ടനെ ഒരു സുഹൃത്തായും ഒരു സഹോദരനായും ഒക്കെയാണ് ഞാൻ കാണുന്നത്. പക്ഷേ എനിക്ക് കല്യാണം കഴിക്കുവാനുള്ളൊരു ഇഷ്ടം അതൊരിക്കലും ഉണ്ടായിട്ടില്ല. ഇന്നത്തെ എപ്പിസോഡിൽ അനുമോൾ അത് ആവർത്തിച്ച് വീണ്ടും വ്യക്തമാക്കി. എന്നിട്ടും ലാലേട്ടൻ പറയുക ഇനിയും ചിന്തിക്കുവാനും തീരുമാനിക്കുവാനും സമയമുണ്ടല്ലോ എന്ന്. ഇങ്ങനെയൊക്കെ പറയുവാനുള്ള ധാർമ്മികമായ എന്ത് അവകാശമാണ് ലാലേട്ടനുള്ളത്? ലാലേട്ടന്റെ ആ വാക്കുകൾ കൂടി കേട്ടപ്പോൾ അനുമോൾക്ക് പിന്നെയും പ്രഷർ കൂടി. തുടർന്ന് ആദിലയോട് സംസാരിക്കുമ്പോൾ അനുമോൾ പറഞ്ഞൊരു വാക്കുണ്ട്, അനീഷ് ചേട്ടൻ ഇപ്പോഴും വലിയ സന്തോഷത്തിലാണ്, നല്ല പ്രതീക്ഷയിൽ തന്നെയാണ് പുള്ളി, പക്ഷെ എനിക്ക് പേടിയാവുന്നുവെന്ന്. എനിക്ക് പുറത്തു പോയാൽ നല്ലൊരു കല്യാണാലോചന വരുമോ എന്നൊക്കെ അനുമോൾ ചോദിക്കുന്നുണ്ട്. ഒരു ബ്രേക്കിന് ശേഷം മടങ്ങി വന്ന ലാലേട്ടൻ പെട്ടെന്ന് തന്റെ ടോണങ്ങ് മാറ്റി. കാരണം തനിക്ക്
പുറത്തു പോയാൽ നല്ലൊരു വിവാഹാലോചന വരുമോ എന്നുള്ള അനുമോളുടെ ആ ഉത്കണ്ഠയും ചോദ്യവും ടെൻഷനും ഒക്കെ അത് ബിഗ് ബോസിന് നന്നായിട്ട് മനസ്സിലായി. പണി പാളി എന്നുള്ള ചിന്ത അവരുടെ മനസ്സിലേക്ക് വന്നു. ലാലേട്ടനും ബിഗ് ബോസും ആ വീട്ടിലുള്ള മുഴുവൻ ആൾക്കാരും എൻജോയ് ചെയ്തതുപോലെ ഈ വിഷയം അനുമോൾക്ക് എൻജോയ് ചെയ്യാൻ കഴിഞ്ഞിട്ടില്ല എന്നവർക്ക് വ്യക്തമായി. അപ്പോൾ പെട്ടെന്ന് ലാലേട്ടൻ വന്നിട്ട് പറയുകയാണ്, ഇതൊരു ഫണ്ണായിട്ട് മാത്രം കരുതിയാൽ മതി, അതിനപ്പുറം ഒന്നും ചിന്തിക്കണ്ട എന്ന്. ഇതൊരു ഷോ ആണെന്ന് കേരളത്തിലെ എല്ലാ പ്രേക്ഷകർക്കും അറിയാം. അതിൻ്റെ വരുമരായികളെ കുറിച്ച് ഒന്നും ചിന്തിക്കണ്ട, അതിലെ ഫൺ എലമെന്റ് മാത്രം അനുമോൾ എടുത്താൽ മതിയെന്ന്. വേട്ടയാടുന്ന ആൾക്കാർക്ക് അതൊരു ഫൺ എലമെന്റായി തോന്നും, പക്ഷേ ഇരയ്ക്ക് ഒരിക്കലും അങ്ങനെ തോന്നില്ല. അതുകൊണ്ടാണല്ലോ ഇങ്ങനെയുള്ള സാഹചര്യങ്ങളിൽ പൂച്ചയ്ക്ക് വിളയാട്ടം പക്ഷേ എലിക്ക് പ്രാണവേദന എന്നുള്ളൊരു പദപ്രയോഗം തന്നെ വന്നത്. എനിക്കറിയാം, ഞാനിതൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ഇതൊക്കെ സ്വയം വരുത്തി വെച്ചതല്ലേ എന്നുള്ള കമന്റ് കുറെ ആൾക്കാർ ഇപ്പോൾ തന്നെ എഴുതി തുടങ്ങിയിട്ടുണ്ടെന്ന്. കഴിഞ്ഞ ദിവസം ഡോക്ടർ രജിത് കുമാർ പറഞ്ഞിരുന്നു, അനുമോള് അയാളെ പ്രലോഭിപ്പിച്ചിട്ടാണ് അയാൾ ഇങ്ങനെയൊക്കെ പറഞ്ഞതെന്ന്. ഇത് കേട്ടപ്പോൾ എനിക്ക് ചിരിയാണ് വന്നത്. ഇങ്ങനെയൊക്കെയാണോ ഒരു മനുഷ്യനെ പ്രലോഭിപ്പിക്കുന്നത്? അനുമോൾ അവിടെ കാട്ടിക്കൂട്ടിയതൊക്കെ വെറും തമാശകൾ മാത്രമായിരുന്നു എന്ന് ആർക്കാണ് മനസ്സിലാകാത്തത്? അത് അനുമോളും അനീഷും ഒറ്റയ്ക്കുള്ളപ്പോൾ ഇങ്ങനെയൊക്കെ ചെയ്തിരുന്നുവെങ്കിൽ ഈ പറയുന്നതിലൊരു ന്യായമുണ്ട്. എന്നാൽ ഷാനവാസിന്റെയും ആദിലയുടെയും നൂറയുടെയും ഒക്കെ മുമ്പിൽ വെച്ച് ചില വേളകളിൽ ആ വീട്ടിലുള്ള എല്ലാവരും കാണുകയാണ് പല തമാശകളും അനുമോൾ അനീഷിന്റെ മുമ്പിൽ വെച്ച് കാട്ടിക്കൂട്ടിയത്. അതൊക്കെ സീരിയസ് ആയിട്ട് എടുക്കുവാൻ കാരണം ഈ 40-കാരന്റെ പക്വതയില്ലായ്മയാണോ അതോ നിഷ്കളങ്കതയാണോ? ഒരാൾ കാര്യമായി സംസാരിക്കുന്നതും തമാശ പറയുന്നതും ഒക്കെ നമുക്ക് പെട്ടെന്ന് മനസ്സിലാവും. പക്ഷേ അനീഷിന് മാത്രം ഇതൊന്നും മനസ്സിലാകുന്നില്ല. എല്ലാം സീരിയസ് ആയിട്ടാണ് തോന്നിയത്. ഇനിയിപ്പോൾ ഒരുപക്ഷെ തമാശയ്ക്കാണ് പറഞ്ഞതെങ്കിൽ പോലും അവർ രണ്ടുപേരും മാത്രമുള്ള സാഹചര്യത്തിലാണെന്നുണ്ടെങ്കിൽ അയ്യോ ഞാനത് സീരിയസ് ആയിട്ടാണ് കരുതിയത് എന്ന് വേണമെങ്കിൽ പറയാം. ഇതിപ്പോൾ നാട് മുഴുവൻ കേൾക്കെ എല്ലാവരുടെയും മുൻപിൽ വെച്ച് പറഞ്ഞ കാര്യങ്ങൾ അതൊക്കെ പുള്ളി അങ്ങ് സീരിയസ് ആക്കി മാറ്റി. അയാളത് സീരിയസ് ആക്കിയതല്ല, ഇത് അയാളുടെ നിഷ്കളങ്കതയുമല്ല. അരിയാഹാരം കഴിക്കുന്ന സകല മനുഷ്യർക്കും അത് മനസ്സിലാവും. അനീഷിന് മാത്രം ഇതൊന്നും മനസ്സിലായിട്ടില്ല എങ്കിൽ ഞാൻ ആദ്യം പറഞ്ഞ വാക്ക് വീണ്ടും ആവർത്തിക്കുകയാണ്, അയാൾ ഫേക്കാണ്. ഹീസ് നമ്പർ 1 ഫേക്ക് പേഴ്സൺ. അതെ, ഇത് ഇയാളുടെ നാടകം മാത്രമായിരുന്നു. എന്തായാലും നിങ്ങളുടെ അഭിപ്രായം തീർച്ചയായിട്ടും കമന്റ് ബോക്സിൽ എഴുതുവാൻ മറക്കരുത്. മറ്റൊരു അപ്ഡേഷനുമായി വീണ്ടും എത്താം.